MLA സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവറിന്റെ പിന്തുണ സ്വീകരിക്കാൻ കോൺഗ്രസ്. PV അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നാണ് വിലയിരുത്തൽ. അൻവറിനെ അനുകൂലിച്ച് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാണ്. ഇന്ന് മലപ്പുറത്തെത്തുന്ന അൻവറിന്റെ നീക്കങ്ങളോട് കരുതലോടെ പ്രതികരിക്കാനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, അൻവറിനെ ഒപ്പം കൂട്ടുന്നത് ഗുണകരമാകും എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ ശക്തിപ്പെടുകയാണോ? കേവലം ഒന്നോ രണ്ടോ പേർക്ക് മാത്രം എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പൊതു അഭിപ്രായം എന്നത് അൻവറിന് അനുകൂലമായി രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണോ നമ്മളിപ്പോൾ കാണുന്നത്? റോഷിപാൽ. സുജയ പാർവതി, നേരത്തെ PV അൻവറിനോട് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ടായിരുന്ന ആ ഒരു വിദ്വേഷം അതിപ്പോൾ മാറി. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട അഴിമതി ആരോപണം പിൻവലിച്ച മാപ്പ് പറഞ്ഞതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് തന്നെ നിലപാട് മയപ്പെടുത്തി കഴിഞ്ഞു. ഇനി PV അൻവറിനെ സ്വീകരിക്കണം, ഒപ്പം നിർത്തണം എന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് കൂടുതൽ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും KPCC യോഗവും രാഷ്ട്രീയകാര്യ സമിതി യോഗവും അൻവറിനോട് ഇനി എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഉടൻ തന്നെ 17-നോ 18-നോ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി PV അൻവറിനോടുള്ള സമീപനം ചർച്ചയാകും. കാരണം നിലമ്പൂരിൽ ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഏറെ വൈകാതെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അൻവറിന്റെ പിന്തുണ അവിടെ അനിവാര്യമാണെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. മാത്രവുമല്ല, UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ അവഗണിക്കരുതെന്ന അഭിപ്രായം കൂടുതൽ നേതാക്കൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പരിഗണിക്കും. അൻവറിനെ കൂടെ ചേർത്ത് നിർത്താനുള്ള ശ്രമം നടത്തും. ആദ്യം കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം തേടിയാകും UDF വളരെ വിശദമായി ഈ കാര്യം ചർച്ച ചെയ്യുക. അൻവർ ഏതായാലും UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്ത് പിണറായി സർക്കാരിനെ താഴെയിറക്കാനുള്ള വലിയ പ്രതിജ്ഞയോടെ പ്രവർത്തനം സജീവമാക്കാൻ തീരുമാനിച്ചു. UDF-ന്റെ മലയോര ജാഥയിൽ പങ്കെടുക്കുമെന്ന പ്രഖ്യാപനവും അൻവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിനെ ചേർത്ത് നിർത്താതെ ഇനി മുന്നോട്ട് പോവുക എളുപ്പമാകില്ല എന്ന വിലയിരുത്തൽ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ തന്നെ അഭിപ്രായമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അൻവറിനെ ഒപ്പം ചേർക്കണം എന്ന അഭിപ്രായത്തിന് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കിട്ടുകയാണ് കോൺഗ്രസിൽ. UDF-നുള്ളിൽ തൃണമൂൽ കോൺഗ്രസുമായി അൻവർ എത്തുന്നത് എപ്പോഴായിരിക്കുമെന്ന് അറിയാൻ നമുക്കും കാത്തിരിക്കാം. താങ്ക് യു റോഷിപാൽ ഫോർ ദ അപ്ഡേറ്റ്.